ഗൈസ്, അപ്പം ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചോറിൻ്റെ ഒപ്പം ഈ ഒരു ഉപ്പിലിട്ട മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഞാൻ ഈ നാരങ്ങച്ചാറിൻ്റെ കുപ്പി കൈ പിടിച്ചിട്ട് ഉപ്പിലിട്ട മാങ്ങ എന്നൊക്കെ പറയണേന്നുള്ളത്. ഇവിടെ നാരങ്ങച്ചാറിൻ്റെ കുപ്പിയിലാണ് ഗൈസ് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ആ മാങ്ങ കറക്റ്റ് എരിവും പുളിയും ഉപ്പും പിടിച്ച് നല്ല സെറ്റ് സാധനമായിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഉപ്പിലിട്ട ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാരുള്ളല്ലേ? എല്ലാവർക്കും ഉപ്പിലിട്ട ഐറ്റംസ് പ്രത്യേകിച്ച് മാങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും. ഇതിൻ്റെ ബെസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് ഈ ഒരു വെള്ളം വെറുതെ കുടിക്കുക എന്നുള്ളതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് ലൂബിക്കാണെങ്കിലും നെല്ലിക്കാണെങ്കിലും എന്താണെങ്കിലും ആ നെല്ലിക്ക ഉപ്പിലിട്ട് നെല്ലിക്ക കഴിച്ചില്ലെങ്കിലും കൂടിയിട്ട് ഈ വെള്ളം വെറുതെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറയും അങ്ങനെ വെറുതെ കുടിക്കണ്ടെന്ന് പറയുമെങ്കിലും കൂടിയിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുടിക്കും ഗൈസ്. അപ്പോൾ ഇന്ന് ചോറിൻ്റെ ഒപ്പം പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. ആകെയുള്ളത് ഒരു ക്യാബേജ് ഉപ്പേരിയാണ്. അതായിട്ട് മാത്രം ഇങ്ങനെ ചോറ് കഴിക്കുക. അച്ചാറില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഈ ഉപ്പിലിട്ട മാങ്ങ കൈ പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും ഉപ്പിലിട്ട മാങ്ങയോളം വരുമോ വേറെ എന്തിനെങ്കിലും ചൊടി? അത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ചൊടിയാണല്ലേ. അപ്പോൾ ഇന്ന് അധികം ആസ്വദിക്കാൻ സമയമില്ല. ഇന്നും ഞാൻ പതിവ് പോലെ നേരെ വൈകിക്കാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.